ദൈവം എന്ന വാക്ക് പരിഭാഷയിൽ ആരാധിക്കപ്പെടുന്നത് എന്നേ ഉള്ളൂ. ആരാധ്യൻ. ദൈവം എന്ന വാക്കിന്റെ അർത്ഥം ആരാധ്യൻ എന്നേ ഉള്ളൂ. ആരാധ്യം എന്ന് പറഞ്ഞാൽ പോരാ, ഇലാഹിന്. ആ ഉത്ഭവം ദീ എന്ന വാക്കുന്നോ അതില്ല, അത് പറഞ്ഞുണ്ടാക്കുന്ന ദീയാണ്. സംസ്കൃതമല്ല. ദൈവം എന്ന് പറഞ്ഞാല് ആരാധ്യൻ എന്ന അർത്ഥത്തിൽ വരുന്നൊരു വാക്കാണ്. അല്ല പറയരുത് സത്യദൈവം എന്ന് വരാനേ പറ്റും. വെറും ആരാധ്യന്ന് അള്ളാഹുവിനും പറയാൻ പറ്റൂല, ഇലാഹിനും അർത്ഥമല്ല. ഇലാഹ് എന്ന് പറഞ്ഞാൽ തന്നെ സത്യദൈവം എന്നും പറഞ്ഞാലും വലിയൊരു വിഷയമൊന്നുമല്ല. സാധാരണക്കാരന്റെ ഭാഷയിൽ ഇപ്പോ അങ്ങനെ പറയാലോ. അതിനാലിപ്പോ ഒരു വലിയ സംഗതി ഒന്നും വരാനല്ല. പക്ഷെ ഉപയോഗിക്കരുത്. ഉപയോഗിച്ചാൽ അർത്ഥം തിരിഞ്ഞുകൊണ്ട് ഉപയോഗിക്കരുത്. ഓരോരുത്തർ ഉപയോഗിക്കണമായൊക്കെ ഉപയോഗിക്കും. അള്ളാഹുവിനെ നിലാവത്തിനും ശുക്റിനും ഇല്ലാതെ കാരണമില്ലാത്ത സുജൂദ് ശാഫി മദ്ഹബ് പ്രകാരം ഹറാമാണ്, നിഷിദ്ധമാണ്. ശുക്റിന്റെ സുജൂദോ തിലാവത്തിന്റെ സുജൂദോ എന്ന കാരണം പോലത്തെ കാരണമില്ലാത്ത സുജൂദ് ഹറാമാണ് എന്നാണ് അള്ളാഹുവിന്. ഒന്നും പാടില്ല. കാരണമില്ലാതെ സുജൂദ് ചെയ്യല് നമ്മളെ മസാല പ്രകാരം ഹറാമാണ്. എവിടെ എവിടെ ഈ മക്കാമുകളിലുണ്ട്. അപ്പൊ അവർക്ക് പറഞ്ഞ വിഷയങ്ങളൊന്നും അറിയില്ലെങ്കിലും അത് അറിയാതെ അവിടെ പോയി ചെയ്യുന്ന കാര്യങ്ങളെ കുറച്ച് നിയന്ത്രണങ്ങളോ അല്ലെങ്കിൽ അറിഞ്ഞിട്ട് പോകാതെ അതിന് എന്താണ് അവിടെ ചെയ്യുന്ന കാര്യത്തിൽ ഇത്ര നിയന്ത്രണം ആവശ്യമുള്ളത്? അവർക്കൊരു അറിയാത്തതുകൊണ്ട് തന്നെ. അറിയാത്തതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ഞങ്ങൾ പറയുന്നത്? അറിയാത്തതുകൊണ്ട് നമ്മൾ പറഞ്ഞ ഈ സംശയങ്ങളൊക്കെ അവർ മഹാന്മാരോട് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പോ എന്ത് വരുന്ന നമ്മൾ പറയുന്നത്? വെറുതല്ല, അവർക്ക് അള്ളാഹുവിനുള്ള മറ്റൊരു വ്യക്തമായ അറിവില്ലാത്തതുകൊണ്ടല്ലേ അള്ളാഹുവിനോട് ചോദിക്കുന്നത്. നമ്മൾ പറഞ്ഞ ഈ വേർതിരിച്ച് ചോദിക്കുന്നതിന് പകരം അള്ളാഹുവിനോട് ചോദിക്കുന്ന അതേ രൂപത്തിൽ അള്ളാഹുവിനോട് കൂടി പ്രത്യേകിച്ച് സ്ത്രീകളെല്ലാം വന്ന് അവരോട് ചോദിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ പോകുന്ന വിശ്വാസികളെ പറ്റി അങ്ങനെ ആരോപിക്കുന്നതല്ലേ തെറ്റ്? പോകുന്ന പെണ്ണുങ്ങള് മുസ്ലിം പെണ്ണുങ്ങളല്ലേ? അതെ, സാധാരണക്കാരായി എങ്കിലും ചില സംഗതികളിലൊക്കെ കൂടി തടയിൽ തട്ടാൻ അല്ലെങ്കിൽ അവിടെ പോയി മുട്ടാനുള്ളതൊക്കെ ആളുകളോടാണ് അറിയെങ്കിൽ പോലും അതിൽ വ്യക്തമായ ഒരു വിശ്വാസം ഇല്ലാതെ ആളാണ്. ഒരുപാട് അറിയാൻ ശ്രമിച്ചതാണ്. നമുക്കുള്ള മനസ്സിലാക്കുന്നല്ല, അവിടെ അറിയാൻ ശ്രമിച്ചിട്ട് പോലും അതിനറിയാൻ ഒരു വ്യക്തമായ ധാരണ. അപ്പൊ സാധാരണക്കാരായ മനുഷ്യർ അവിടെ പോയി മൊത്തമായി വലിയ രീതിയിൽ ചെയ്യുമ്പോഴേക്കും വ്യക്തമായ അറിവില്ലാതെ പോകരുത്. നിങ്ങളെ മൈക്ക് നിർത്തിയാലേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. അതിനെ ഞാൻ കാത്തിരിക്കണത്, അല്ലാതൊന്നുമല്ല. ആ മൈക്ക് പിടിച്ചോളി, കുഴപ്പമില്ല. ഇവിടെ ഇപ്പൊ നമ്മൾ സാധാരണഗതിയിൽ വിശ്വാസികളായ ആളുകള്, ആണാവട്ടെ പെണ്ണാവട്ടെ, പെണ്ണു പോണേ വേറെ നിയമങ്ങളും വരും. അപ്പൊ വിശ്വാസികളായ ആളുകള് മക്കാമങ്ങൾ ചെന്നുകാണ്ട് ഫാത്തിഹ ഓതിയിട്ട് ദ്വാരുന്നാലോ ഇനി അവിടെ ഒരു കൊടി വെച്ചതൊന്ന് മുട്ടിയാലോ തൊട്ടാലോ എന്ത് വരും എന്നാ പറയുന്നത്? എന്താ വരാന്? എന്താണ് തെറ്റായിട്ട് അറിവില്ലാതെ ചെയ്യാന്ന് പറയുമ്പോ ആ ചെയ്യലിനെ എന്തോ ഒരു വലിയ പാതകമായിട്ട് മനസ്സിലാക്കലുണ്ടല്ലോ. സുജൂദ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സുജൂദ് തെറ്റായ സുജൂദാണ്. ശിർക്ക് അതിനും പറഞ്ഞുകൂടാ. ശിർക്ക് എന്നത് അതിനും പറഞ്ഞുകൂടാ. തെറ്റായിട്ടുള്ള ആചാരങ്ങൾ അവിടെ വരുമ്പോ അതല്ലേ നമ്മൾ പറയേണ്ടതുള്ളൂ. തെറ്റായ ആചാരങ്ങള് അതിന്റെ മുമ്പ് തന്നെ അവരെ എന്ത് പഠിപ്പിക്കണം നമ്മൾ? ആ വിശ്വാസമാണ്. വിശ്വസിക്കുന്ന മനസ്സിലുള്ള അവസ്ഥ ഈ മതോടെയുള്ള ആള് ഒരു അള്ളാഹുവിനെ പോലെ കഴിവുള്ള ആളെന്ന് അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിലും അത് വിശ്വസിച്ചുണ്ടെങ്കിൽ ആള് മുസ്ലിം അല്ലല്ലോ. മുസ്ലിം അല്ല. ഓൽക്കറിയാതെ അള്ളാന്റെ ഔലിയാന്നൊരു സിയാറത്തിന് പോകുക. അള്ളാന്റെ ഔലിയാന്നൊരു അള്ളാന്റെ ഔലിയ എന്ന് പറയുമ്പോൾ തന്നെ അള്ളാന്റെ അടുപ്പക്കാര് ഇഷ്ടക്കാര് എന്നാ വിചാരിക്കും. വ്യക്തമായ സംശയങ്ങൾ ക്ലാസ്സുകൾ നടത്തുന്നത് തന്നെ അത്തരം പോകുന്ന ആളുകൾ സംശയങ്ങളുടെ കാരണം കൊണ്ടാണ്. എന്തുകൊണ്ട്? എന്താണ് സംശയം എന്നുള്ള പോയിന്റിൽ ഒന്നും കൂടി വ്യക്തത തരും. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ഷെയ്ഖിന്റെ പള്ളിയൊക്കെ പോയാല്
ഷെയ്ഖിന്റെ പള്ളിയിൽ മറവിട്ട് കിടക്കുന്ന ആള് മഹാത്മാവാണ് ഔലിയാണ് എന്നല്ലേ ഈ പോകുന്ന ആളുകളുടെ ഉദ്ദേശം അല്ലേ? അപ്പൊ ഔലിയ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? പിന്നെ ആണെങ്കിലും തന്നെ പിന്നെ തിരിയാത്തത് നമ്മൾ പറയുന്ന വിശ്വാസം, നമ്മൾ പറഞ്ഞ വിശ്വാസത്തിനും നിലവിലുള്ള വിശ്വാസത്തിനും എതിരായിട്ട് എന്താണ് അവിടെ തോന്നാനെന്നാ. അള്ളാഹുവാണ് ധരിച്ചാൽ അപ്പൊ അതാരാ അതൊക്കെ ചിന്തിക്കുക? അള്ളാഹുവിന്റെ കഴിവുണ്ട് എന്ന് അള്ളാന്റെ ഔലിയാന്ന് അറിയുമ്പം തന്നെ അല്ലെ ഉണ്ടാകുക എന്നല്ലാതെ യഥാർത്ഥത്തിൽ അത് ഇല്ലല്ലോ. ഇല്ല. എന്താ ഉള്ളത്? അള്ളാന്റെ ഔലിയ എന്ന് പറയുമ്പം തന്നെ അള്ളാഹുവിന്റെ അടുപ്പക്കാര് എന്നുള്ള ആൾക്കുള്ള കഴിവല്ലേ അവർ മനസ്സിലാക്കുന്നത്. എന്തിനാ നിയന്ത്രിക്കണത്? ആരെയാ നിയന്ത്രിക്കണത്? അവിശ്വാസിനെ നിയന്ത്രിക്കണോ താങ്കൾ പറയുന്നത്? പിന്നെന്താ? എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഔലിയാന്ന് വിചാരല്ലേ? എന്താ ചോദിച്ചാല് എന്ത് ചോദിച്ചാൽ എന്താ? അള്ളാഹുവാണ്. വിശ്വാസം തന്നെ വേണ്ട. വിശ്വാസം വിഷയമല്ല. ആ വിശ്വാസത്തിനാ തെറ്റ്. അതിന് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ അവരെ തെറ്റിദ്ധരിച്ച് നമുക്ക് തിരിയണ്ടേ? സങ്കല്പം വെച്ചിട്ട് വെറുതെ ഉണ്ട വെറുതെ സങ്കല്പം വെച്ചിട്ട് ലക്ഷ്യമില്ലാതെ വിടരുത്. ആരെയാണ് നമ്മൾ പറയുന്നത്? വിശ്വാസികളായിട്ടുള്ള മുസ്ലിമീങ്ങളെയാണ് നമ്മൾ പറയുന്നത്. ഈ മുസ്ലിമീങ്ങള് മക്കാമോ പോകുമ്പോ മക്കാമിലുള്ള ആളുകൾ അള്ളാന്റെ ഔലിയ എന്നുള്ള വിചാരത്തിലാ പോകുന്നത്. പിന്നെ അവർക്ക് എന്ത് നമ്മൾ പഠിപ്പിക്കണം താങ്കൾ പറയുന്നത്? എന്താ പറയുന്നത് പഠിപ്പിക്കണ്ടേ? വെറുതെ ഓരോരുത്തർ പറയുന്നതിനനുസരിച്ച് നമ്മൾ പേടിക്കാൻ പാടില്ലല്ലോ. അവിടെ പോകുമ്പോ അള്ളാഹുവിനോട് ചോദിക്കുക, ഔലിയാനോട് ചോദിക്കുക എന്ന് പറഞ്ഞ രണ്ടു തരം ചോദ്യമൊന്നും ഇപ്പൊ അവിടെ വിഷയമല്ല. എന്ത് ചോദിച്ചാലും ആ ചോദിക്ക ആളും അള്ളാന്റെ ഔലിയ എന്നാ വിചാരം. അള്ളാന്റെ ഔലിയ എന്നുള്ള വിചാരത്തോടു കൂടെ തൗഹീദിന് ഭംഗം പാടുമൊന്നും വരാനില്ല. നിങ്ങൾ ഏതെങ്കിലും പോകുന്ന ഏറ്റവും വിവരം കുറഞ്ഞവരുണ്ടെങ്കിൽ അവരോട് അന്വേഷിച്ച് നോക്കി. അവർക്ക് ഈ കാര്യത്തിൽ കുറച്ചുകൂടി ഈമാൻ. ഇത് അള്ളയെന്നല്ല, വലിയ ഔലിയാന്നേ അവർ വിചാരിക്കും. കാര്യം സാധിപ്പിച്ചവരെന്ന് വിചാരിക്കുന്നുണ്ടാവും. അതിപ്പോ എങ്ങനെയാ നമ്മളൊക്കെ കാര്യം സാധിപ്പിക്കുന്നൊരു മനുഷ്യനെ വിചാരിക്കുക? അത്രേ വിചാരിക്കും. അതിന് കുഴപ്പമില്ലല്ലോ. അത് ശിർക്ക് വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ?